നമ്മളെ ഒഫീഷ്യൽ പേജിൽ ഷെയർ ചെയ്യണം. അല്ല, അത് അംഗത്തിലല്ലേ, മെമ്പറിലാണ് ചെയ്യുന്നത്. ഒഫീഷ്യൽ പേജിൽ ചെയ്യണില്ല. അക്കൗണ്ടിലാണ് പോണത്. പിന്നെ നമ്മളെ ഒഫീഷ്യൽ പേജ് ഉണ്ടല്ലോ, അതിന്റെ ഏതാ പാസ്വേഡ് തന്നെയാണ് രണ്ടിലും വിടാൻ പറ്റും. ഗൂഗിൾ ശരിയാണോ? യൂട്യൂബ് ശരിയാണോ? ഇല്ല, രണ്ടൊറ്റ ടൈം പറ്റില്ല. എല്ലാവർക്കും NIPMRന്റെ വെബിനാർ സീരീസ് 4ാമത്തെ ടോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം ആൻ ഓവർവ്യൂ ഓഫ് പീഡിയാട്രിക് ഫിസിയോതെറപ്പി. ഫിസിയോതെറപ്പി മേഖലയിൽ സെറിബ്രൽ പാൾസിയും അതുപോലെ ശാരീരിക വൈകല്യങ്ങളുള്ള കുട്ടികളെ എങ്ങനെ സഹായിക്കാം, അവരുടെ ഓവറോൾ മാനേജ്മെന്റ്, പുനരധിവാസം എന്നതിനെക്കുറിച്ച് മാഡം ശ്രീല ഇവിടുത്തെ NIPMRലെ ഫിസിയോതെറപ്പിസ്റ്റാണ്. മാഡം വിശദമായി സംസാരിക്കുന്നു. മാഡത്തിനെ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ 1-2 കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. ഈ വെബിനാറിനെ കുറിച്ചിട്ടുള്ള റെക്കോർഡിങ്സ് ഹെൽത്ത് ഇൻഫോനെറ്റ് വെബ്സൈറ്റ് എന്ന് പറയുന്ന ഇതിനകത്ത് ലിങ്ക് അയച്ചു തരും. അതിനകത്തുണ്ട് എല്ലാ ടോക്കിനെ കുറിച്ചിട്ടുള്ള റെക്കോർഡിങ്സും ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിലും അതിനകത്തേക്ക് നിങ്ങൾ ഇടുക. ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും സഹായങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾക്ക് അതിനുള്ള ക്വറി ബോക്സിനകത്തേക്ക് നിങ്ങളെ ചോദ്യങ്ങളൊക്കെ ഇടാവുന്നതാണ്. ഇനി നിങ്ങൾക്കറിയാം, നാളെ ഒക്ടോബർ 6-ാം തീയതി വേൾഡ് സെറിബ്രൽ പാൾസി ഡേ ആണ്. കഴിഞ്ഞ വർഷം NIPMRൽ ഒരാഴ്ച നീണ്ടുനിന്ന വിശദമായ പരിപാടികൾ നടത്തിയിരുന്നു. അസിസ്റ്റീവ് ഡിവൈസിനെ കുറിച്ചിട്ടുള്ള എക്സിബിഷനും ഇവിടെ തൃശ്ശൂര് നമ്മൾ വളരെ നല്ല രീതിയിലുള്ള ഒരു എക്സിബിഷൻ നടത്തിയിരുന്നു. ഈ വർഷം കൊറോണ ആയത് കാരണം അത് നടത്താൻ നമുക്ക് സാധിക്കുന്നില്ല. എങ്കിലും നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ ചില പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നാളെ ഒക്ടോബർ 6-ാം തീയതി കുട്ടികളുടെ അതായത് കുട്ടികൾ വരച്ച പല ചിത്രങ്ങളും പെയിന്റിങ്സും അതിനെയൊക്കെ നമ്മൾ ഒരു മത്സരം പോലെ നടത്തി അതിനെക്കുറിച്ചിട്ടുള്ള ആ എക്സിബിഷൻസ് ഒക്കെ രാവിലെ 11:30 ഉണ്ടായിരിക്കും. അതിൻ്റെ ലിങ്ക് ഇവിടെ വരും. പിന്നെ വൈകിട്ട് 6 മണിക്ക് മെഡിക്കൽ ഡോക്ടേഴ്സിൻ്റെ ഒരു പാനൽ ഡിസ്കഷൻ ഉണ്ട്. വളരെ വിശദമായിട്ടുള്ള ഒരു പാനൽ ഡിസ്കഷനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും അവിടെ പറയുക. അതിനെക്കുറിച്ച് ഡോക്ടർമാർ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും സഹായഹസ്തങ്ങളും എല്ലാം തരുന്നതാണ്. അതുപോലെ ഒക്ടോബർ 7-ാം തീയതി ഫിസിയോതെറപ്പിസ്റ്റുകളുടെ ഒരു പാനൽ ഡിസ്കഷൻ ഉണ്ട്. അത് വൈകുന്നേരം 6 മണിക്കാണ്. ഈ സേവനങ്ങളൊക്കെ മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നന്ദി. ഞാൻ മാഡത്തിനെ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓവർ ടു ശ്രീല. നമസ്കാരം. എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, നമസ്കാരം. ഞാൻ ശ്രീല, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലെ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഈ വെബിനാറിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് പീഡിയാട്രിക് ഫിസിയോതെറാപ്പിയെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, നാളെ ഒക്ടോബർ 6 ആണ്, വേൾഡ് സെറിബ്രൽ പാൾസി ഡേ ആണ്. അപ്പോൾ സെറിബ്രൽ പാൾസിയിൽ ഫിസിയോതെറാപ്പി വളരെ എഫക്റ്റീവായിട്ടാണ് യൂസ് ചെയ്ത് വരുന്നത്. സെറിബ്രൽ പാൾസിനെ കുറിച്ചിട്ടും ഫിസിയോതെറാപ്പി മാനേജ്മെന്റിനെ കുറിച്ചിട്ടും ചെറുതായിട്ട് ഞാനൊന്ന് വെബിനാറിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്താണ് പീഡിയാട്രിക് ഫിസിയോതെറാപ്പി എന്ന് നോക്കാം.
അപ്പോൾ എന്താണ് പീഡിയാട്രിക് ഫിസിയോതെറാപ്പി? ഒരു കുട്ടിയുടെ ജനനം മുതൽ കൗമാര കാലഘട്ടം വരെയുള്ള ചലനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പീഡിയാട്രിക് ഫിസിയോതെറാപ്പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചലനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു. എന്താണ് ചലനം? നമ്മൾ ഒരു ദിവസം പലതരത്തിലുള്ള ചലനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മുടെ അറിവോട് കൂടിയും ചിലപ്പോൾ നമ്മുടെ അറിവില്ലാതെയും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഐച്ഛിക ചലനങ്ങൾ, അനൈച്ഛിക ചലനങ്ങൾ എന്നൊക്കെയാണ് അതിനെ പറയാം. നമ്മൾ പണ്ട് ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു കാണും. അപ്പോൾ ഈ ചലനം നമുക്ക് എങ്ങനെയാണ് സാധ്യമാകുന്നത്? ശരീരത്തിലെ ഏത് ശരീരത്തിലെ ഏത് ഭാഗങ്ങളാണ് നമുക്ക് ചലനം സാധ്യമാകുന്നത്? മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനാണ് മൂവ്മെന്റിന്റെ സെന്റർ എന്ന് പറയുന്നത്. ബ്രെയിനിലുള്ള സെറിബ്രൽ കോർട്ടെക്സ്, ബേസൽ ഗാംഗ്ലിയ, സെറിബെല്ലം തുടങ്ങിയ സ്ട്രക്ചേഴ്സ് ആണ് നമുക്ക് ചലിക്കാനും നടക്കുമ്പോൾ വീഴാതിരിക്കാനും നമ്മുടെ ബോഡി പോസ്ചർ അലൈൻ ചെയ്യാനും ഒക്കെ നമ്മൾ സഹായിക്കുന്നത് നമ്മുടെ ബ്രെയിനാണ്. പിന്നെ എന്തായിരിക്കാം ചലനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ശരീരത്തിലെ ഭാഗങ്ങൾ? പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ നമ്മുടെ മസിലുകളും ജോയിന്റുകളും. അപ്പോൾ ബ്രെയിനും മസിലുകൾക്കും ജോയിന്റുകൾക്കും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള ചലനം നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ചലനം നമുക്ക് സാധ്യമല്ലാതെ വരുന്നു. കുഞ്ഞുങ്ങളിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ അവർക്ക് വളർച്ചാ കാലഘട്ടങ്ങൾ അറ്റൈൻ ചെയ്യാൻ കാലതാമസവും ശാരീരിക വൈകല്യങ്ങൾക്ക് വരെ കാരണമായി തീരുന്നു. കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ചലനപരമായ വൈകല്യങ്ങളെ കണ്ടെത്തി ചികിത്സിക്കുകയാണ് പീഡിയാട്രിക് ഫിസിയോതെറാപ്പിയിലൂടെ ചെയ്യുന്നത്. അടുത്തതായി, ആരാണ് പീഡിയാട്രിക് ഫിസിയോതെറാപ്പിസ്റ്റ് അഥവാ കുഞ്ഞുങ്ങളുടെ തെറാപ്പിസ്റ്റ്? ഹൈലി എഡ്യൂക്കേറ്റഡ്, ക്ലിനിക്കലി ട്രെയിൻഡ് പ്രൊഫഷണൽസ് ആയിരിക്കും പീഡിയാട്രിക് ഫിസിയോതെറാപ്പിസ്റ്റുകൾ. സ്ട്രോങ്ങസ്റ്റ് ഡിസൈർ ആൻഡ് യുണീക് ടാലന്റ് ഫോർ വർക്കിംഗ് വിത്ത് ചിൽഡ്രൻ ആൻഡ് ഫാമിലീസ്. നമുക്കറിയാം, പാരൻസായിട്ട് നല്ലൊരു തരത്തിലുള്ള ബന്ധം നിലനിർത്താനും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് രസകരമായ രീതിയിൽ എക്സസൈസിനെ മോഡിഫൈ ചെയ്യാനും കഴിവുള്ളവരായിരിക്കണം പീഡിയാട്രിക് ഫിസിയോതെറാപ്പിസ്റ്റുകൾ എന്ന് പറയുന്നത്. കാരണം കുഞ്ഞുങ്ങളെ എപ്പോഴും എക്സസൈസ് ചെയ്യാനൊന്നും ഇഷ്ടമുള്ളവരായിരിക്കില്ല. അപ്പോൾ അവർക്ക് രസകരമായ രീതി എന്ന് പറയുന്നത് കളി രീതിയിലൂടെയൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ രീതിയിലൂടെ എക്സസൈസുകൾ ചെയ്യിപ്പിച്ചെടുക്കുക. അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പാട്ടുകളൊക്കെ പാടി അവരുടെ മുഴുവൻ അറ്റൻഷനും കിട്ടത്തക്ക രീതിയിൽ ആക്റ്റീവായിട്ട് അവരെ കൊണ്ട് തന്നെ എക്സസൈസ് ചെയ്യിപ്പിക്കത്തക്ക രീതിയിൽ എക്സസൈസിനെ മോഡിഫൈ ചെയ്യാനും കഴിവുള്ളവരായിരിക്കണം പീഡിയാട്രിക് ഫിസിയോതെറാപ്പിസ്റ്റുകൾ. നെക്സ്റ്റ്, മൈൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ വളർച്ചാ നാഴികക്കല്ലുകളാണ്. അതായത് ഓരോ മാസത്തിലും കുഞ്ഞ് അറ്റൈൻ ചെയ്യേണ്ടത് വളർച്ചാ കാലഘട്ടങ്ങളുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ബ്രാക്കറ്റിൽ മോട്ടോർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മോട്ടോർ എന്ന് വെച്ചാൽ ചലനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചലനവുമായി ബന്ധപ്പെട്ട വളർച്ചാ കാലഘട്ടങ്ങളാണ് മോട്ടോർ മൈൽ സ്റ്റോൺസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എങ്ങനെയാണ് എന്ന് നോക്കാം. 3 to 4th മന്തിലാണ് നെക്ക് കൺട്രോൾ വരുന്നത്, കുഞ്ഞിൻ്റെ കഴുത്ത് ഉറയ്ക്കുന്നത്. ഒരു 5th മന്ത് ആകുമ്പോഴാണ് റോൾ ചെയ്ത് പോകുന്നത്, കുഞ്ഞ് കമഴ്ന്ന് വീഴുന്നത്. 7th മന്തിൽ സപ്പോർട്ടഡ് സിറ്റിങ്, പിടിച്ചിട്ട് ഇരിക്കുന്നു. 8th മന്തിൽ ക്രോളിങ് എന്ന് വെച്ചാൽ ആന കളിക്കുന്ന പോലെ പോവുക എന്ന് പറയും. 10th മന്തിൽ സ്റ്റാൻഡിങ് വിത്ത് സപ്പോർട്ട്, പിടിച്ചിട്ട് കുഞ്ഞ് നിൽക്കുന്നു. 12th മന്ത് അഥവാ 1 year ഒക്കെ ആകുമ്പോൾ നമ്മുടെ കൈയൊക്കെ പിടിച്ചിട്ട് കുഞ്ഞ് നടക്കാനായിട്ട് തുടങ്ങുന്നു. 18th മന്തിലാണ് ഇൻഡിപെൻഡന്റ് വാക്കിംഗ് വരുന്നത്, അതായത് നടക്കുന്നത്. ഇതാണ് ഒരു മോട്ടോർ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്. ചില സമയങ്ങളിൽ ചില കുഞ്ഞുങ്ങൾ 1-2 മാസങ്ങൾ ഇത് അറ്റൈൻ ചെയ്യാതെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ അത് സാവധാനമായിരിക്കും അറ്റൈൻ ചെയ്യുന്നത്. അതൊന്നും അത്ര പ്രശ്നമാക്കാനില്ല. ഒരുപാട് വ്യത്യാസങ്ങൾ വരുമ്പോഴാണ്, അതായത് ഒരു 6 മാസമൊക്കെ ആയിട്ടും കഴുത്ത് ഉറയ്ക്കുന്നില്ലെങ്കിലാണ് മോട്ടോർ മൈൽ സ്റ്റോൺസിൽ ഡിലേ ഉണ്ട് അഥവാ വളർച്ചാ കാലഘട്ടങ്ങൾ അറ്റൈൻ ചെയ്യാൻ കാലതാമസം നേരിടുന്നു എന്ന് പറയുന്നത്. ചില കുഞ്ഞുങ്ങൾ ചില സ്റ്റെപ്പുകൾ സ്കിപ്പ് ചെയ്തിട്ട് അതിനപ്പുറത്തുള്ള സ്റ്റെപ്പുകൾ ചെയ്യാറുണ്ട്, സിറ്റിംഗ് ചെയ്യാറുണ്ട്, ക്രോളിങ്ങിലേക്കൊക്കെ വരാറുണ്ട്. അതൊക്കെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് പറയുന്നത്.
നെക്സ്റ്റ് വരുന്നതാണ് മോട്ടോർ ഡെവലപ്മെന്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മോട്ടോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചലനവുമായിട്ടുള്ള ഡെവലപ്മെന്റ്. ഈ മോട്ടോർ ഡെവലപ്മെന്റ് കൈവരിച്ചാൽ മാത്രമാണ് നമുക്കൊരു മൈൽ സ്റ്റോൺ കിട്ടുകയുള്ളൂ. അപ്പോൾ എന്താണ് മോട്ടോർ ഡെവലപ്മെന്റ്? മോട്ടോർ ഡെവലപ്മെന്റ് പ്രധാനമായിട്ടും 2 തരത്തിലാണ് പറയുന്നത്. ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റും ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റും. അപ്പോൾ പേര് കേൾക്കുന്ന പോലെ തന്നെ എന്താണ് ആദ്യം നമുക്ക് ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയാം. ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രോസ് വലിയ മസിലുകളുടെ ഡെവലപ്മെന്റിനെയാണ് ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇരിക്കാൻ കഴിയുന്നത്, നിൽക്കാൻ കഴിയുന്നതൊക്കെ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ എന്താണ് ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ്? ഫൈൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ചെറിയ മസിലുകളുടെ ഡെവലപ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു പേന എടുത്തിട്ട് എഴുതാനായിട്ട് നമ്മൾ സഹായിക്കുന്നത് കൈൻ്റെ അവിടെയുള്ള കുഞ്ഞു മസിലുകളാണ്. അപ്പോൾ അതാണ് ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റും ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റും വർദ്ധിപ്പിക്കുകയാണ് ഒരു പീഡിയാട്രിക് ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ. അപ്പോൾ മോട്ടോർ ഡെവലപ്മെന്റ് മനസ്സിലായി കാണുമല്ലോ. നെക്സ്റ്റ്, ഹൗ ടു സ്റ്റാർട്ട് എ തെറപ്പി സെഷൻ. എങ്ങനെയാണ് ഒരു തെറപ്പി സെഷന് വേണ്ടി ഏതൊക്കെ ഫേസസിലൂടെയാണ് തെറപ്പി സെഷന് വരുന്ന ഒരു കുഞ്ഞ് കടന്നു പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഡോക്ടറുടെ അടുത്ത് കണ്ടിട്ട് ഒരു ഡയഗ്നോസിസ് ആയിട്ടായിരിക്കും നമ്മുടെ തെറപ്പി ഡിപ്പാർട്ട്മെന്റിലേക്ക് പേഷ്യൻസ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ അവരെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അസസ്മെന്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് അവർ വരുമ്പോൾ നമ്മൾ അവരോട് ചോദിച്ചറിയുന്നത് സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് പേരൻറ്റിൻ്റെ അമ്മയ്ക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. സബ്ജക്റ്റീവ് എക്സാമിനേഷനിൽ വരുന്നത് മെറ്റേണൽ ഹിസ്റ്ററി ചോദിച്ചറിയും നമ്മൾ. അമ്മയ്ക്ക് പ്രസവ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ, അമ്മയുടെ മറ്റു തരത്തിലുള്ള അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ, കുഞ്ഞ് കരഞ്ഞിരുന്നോ, കുഞ്ഞിൻ്റെ വെയിറ്റ് എത്ര ഉണ്ടായിരുന്നു, അങ്ങനെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് സബ്ജക്റ്റീവ് എക്സാമിനേഷനകത്ത് നമ്മൾ ചോദിച്ചറിയുന്നത്. അടുത്തത് പറയുന്നത് എക്സാമിനേഷൻ ആൻഡ് ഇവാലുവേഷൻ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ് ഇവാലുവേഷൻ, തെറപ്പിസ്റ്റ് ചെയ്തു മനസ്സിലാക്കുന്നതും കണ്ടു മനസ്സിലാക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് എക്സാമിനേഷൻ ആൻഡ് ഇവാലുവേഷനകത്ത് വരുന്നത്. അതെന്താണെന്ന് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതിനകത്ത് പ്രധാനമായിട്ടും 7 കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. മൊബിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ആ വാക്കിൽ തന്നെയുണ്ട് ചലിക്കുന്നത്. അതായത് കുഞ്ഞ് തനിയെ എഴുന്നേറ്റിരിക്കുന്നുണ്ടോ, നടക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മൊബിലിറ്റിക്കകത്ത് നമ്മൾ അസസ് ചെയ്യുന്നത്. ഇനി മസിൽ ആൻഡ് ജോയിന്റ് ഫങ്ഷൻ. മസിൽ ആൻഡ് ജോയിന്റ് ഫങ്ഷനിൽ മസിലിന്റെ പവർ എത്രത്തോളം ഉണ്ട്, മസിൽ പവർ എന്ന് നോക്കും. ജോയിന്റ് ഫങ്ഷനിൽ നിന്ന് റേഞ്ച് ഓഫ് മോഷൻ നോക്കും, എത്രത്തോളം ജോയിന്റിന് ചലിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് അതിനകത്ത് നോക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് സ്ട്രെങ്ത് ആൻഡ് എൻഡ്യൂറൻസ്, മസിലിന്റെ ബലവും ക്ഷമതയും എന്തോരുണ്ടെന്ന് നോക്കും. നെക്സ്റ്റ് കാർഡിയോ പൾമണറി സ്റ്റാറ്റസ്. കാർഡിയോ പൾമണറി സ്റ്റാറ്റസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്സസൈസുകളൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ. നെക്സ്റ്റ് പോസ്ചർ ആൻഡ് ബാലൻസ്. പോസ്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ബോഡി അലൈൻ ചെയ്യാനുള്ള കഴിവിനെയാണ് പോസ്ചർ എന്ന് പറയുന്നത്. പോസ്ചറും ബാലൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നടക്കുമ്പോൾ വീഴുന്നുണ്ടോ, ബാലൻസ് ആക്ടിവിറ്റീസുകളൊക്കെ നമ്മൾ അതിനകത്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഓറൽ മോട്ടോർ സ്കിൽസ് ആൻഡ് ഫീഡിങ്. ഫുഡ് കഴിക്കുന്ന രീതിയൊക്കെ എങ്ങനെയാണ് അത് നമ്മൾ ചോദിച്ചറിയുന്നതേ ഉള്ളൂ. യൂസ് ഓഫ് അസിസ്റ്റീവ് ടെക്നോളജി ഡിവൈസസ്. എന്തെങ്കിലും ഓർത്തോസിസ് വെച്ചിട്ടാണോ കുഞ്ഞ് നടക്കുന്നത്, മെയിനായിട്ടും ആംഗിൾ ഫുട്ട് ഓർത്തോസിസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ചോദിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ചെയ്ത് കണ്ടും മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ നമുക്ക് കുഞ്ഞിൻ്റെ ഏകദേശം ഒരു അവസ്ഥ മനസ്സിലായി. അതിനുശേഷം നമ്മൾ ഒരു ഗോൾ സെലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഗോള്? 2 തരത്തിലാണ് ഗോളുകളുള്ളത്. ഷോർട്ട് ടൈം ആയിട്ടുള്ള ഗോളുകളും ലോങ് ടൈം ആയിട്ടുള്ള ഗോളുകളും ഉണ്ട്. ഇപ്പോൾ ഷോർട്ട് ടൈം ആയിട്ടുള്ള ഗോളുകൾ എന്ന് പറയുമ്പം ആ പേരിനകത്ത് തന്നെയുണ്ട് ഷോർട്ട് ടൈം, ചുരുങ്ങിയ കാലയളവിൽ നമുക്ക് കൈവരിക്കേണ്ടതായിട്ടുള്ള ഗോളുകൾ. ലോങ് ടൈം എന്ന് പറയുമ്പോൾ വളരെ ലോങ് ടൈം ആയിട്ടുള്ള കാലഘട്ടം കൊണ്ട് കിട്ടാവുന്ന സ്കില്ലുകളെയാണ് ലോങ് ടൈം ഗോൾസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മൈൽഡ് ഇമ്പയർമെൻ്റ് ആയിട്ട് വരുന്നൊരു കേസ് ആണെങ്കിൽ ഷോർട്ട് ടൈം ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് നെക്ക് കൺട്രോൾ വരുത്തിക്കുക എന്നുള്ളതായിരിക്കും. ലോങ് ടൈം ആയിട്ടുള്ള ഗോൾ വരുന്നത് കുഞ്ഞിനെ നടത്തിക്കുക എന്നതായിരിക്കും. അപ്പോൾ അതാണ് ഷോർട്ട് ടൈം ആയിട്ടുള്ള ഗോളുകളും ലോങ് ടൈം ആയിട്ടുള്ള ഗോളുകളും തമ്മിലുള്ള വ്യത്യാസം.
നമ്മൾ ഗോൾ സെലക്ട് ചെയ്യുന്നത് എപ്പോഴും കുഞ്ഞിൻ്റെ പ്രായത്തിനും അവൻ്റെ അവസ്ഥയ്ക്കും അനുസരിച്ചിട്ടായിരിക്കും. ഒരു കുഞ്ഞിൻ്റെ ഗോളായിരിക്കില്ല മറ്റൊരു കുഞ്ഞിൻ്റേത്. തീർത്തും ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗോളായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വീക്ക്ലി ത്രൈസ് അല്ലെങ്കിൽ വീക്ക്ലി ട്വൈസ് ആയിട്ട് പേഷ്യൻ്റ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തെറപ്പി കൊടുക്കുന്നു. അതിനനുസരിച്ചിട്ട് നമ്മൾ ഹോം പ്രോഗ്രാമും ചെയ്യാനായിട്ട് അവരുടെ അടുത്ത് പറയുന്നു. ഹോം പ്രോഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. തെറപ്പിസ്റ്റുകൾ പറയുന്ന രീതിയിൽ തന്നെ അതേ ഇൻറ്റൻസിറ്റിയിലും ഡ്യൂറേഷനിലും എക്സസൈസുകൾ ചെയ്യണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൺസ് ഷോർട്ട് ടൈം ആയിട്ടുള്ള ഗോളുകൾ അറ്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എവറി 6th മന്തും നമ്മളൊരു റീ അസസ്മെൻറ്റ് എടുക്കുന്നു. കുഞ്ഞിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ എന്തോരം ഉണ്ടെന്ന് നമ്മൾ അസസ് ചെയ്യുന്നു. അതിനുശേഷം ലോങ് ടൈം ആയിട്ടുള്ള ഗോളും കുഞ്ഞ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ ഡിസ്ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളൊരു 6th മന്ത് അല്ലെങ്കിൽ ഒരു 1 year ഒക്കെ കഴിഞ്ഞിട്ട് അവരോട് നമ്മൾ ഫോളോ അപ്പിന് വേണ്ടിയിട്ട് വരാനായിട്ട് ആവശ്യപ്പെടാറുണ്ട്. ഇതൊരു മൈൽഡ് ആയിട്ടുള്ളൊരു കേസുകൾ ഇങ്ങനെയാണ് നമ്മുടെ തെറപ്പി പാർട്ട് പോകുന്നത്. ഇനി ചില കുട്ടികളിൽ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് വാക്കിംഗ് ഒന്നും അറ്റൈൻ ചെയ്യാൻ കഴിയാത്ത കുഞ്ഞുങ്ങളുണ്ട്. അവരിൽ നമ്മൾ മെയിൻ്റനൻസ് ആണ് ചെയ്യുന്നത്. അതായത് അവർക്ക് ഉള്ള മസിലുകളുടെ ഫങ്ഷനുകളെ പ്രിസർവ് ചെയ്തിട്ട് കൂടുതലായിട്ടുള്ള ഡിസബിലിറ്റികളിലേക്ക് അവരെ പോവാത്ത രീതിയിൽ അവരുടെ എക്സസൈസിനെ നമ്മൾ മാനേജ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് ഒരു തെറപ്പി ഫേസസ് പോകുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഗോള് നമ്മൾ പറഞ്ഞു ലോങ് ടൈം ആയിട്ടുള്ള ഗോളുകളും ഷോർട്ട് ടൈം ആയിട്ടുള്ള ഗോളുകളുണ്ടെന്ന് പറഞ്ഞു. അതായത് ഒരു മാക്സിമം ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു ഗോൾ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് പറയുന്നത് ഹെൽപ്സ് ദ ചൈൽഡ് ടു റീച്ച് ദെയർ മാക്സിമം ഫങ്ഷണൽ ലെവൽ ഓഫ് ഇൻഡിപെൻഡൻസ്. എത്രത്തോളം ഇൻഡിപെൻഡൻ്റ് ആക്കാൻ പറ്റുമോ അത്രത്തോളം ഇൻഡിപെൻഡൻ്റ് ആക്കുക. പരസഹായം ഇല്ലാതെ കുഞ്ഞിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെ എണ്ണം കൂട്ടി കൊണ്ടുവരിക എന്നതാണ് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത്. അത് തീർത്തും ഇൻഡിവിജ്വലൈസ്ഡ് ആയിരിക്കും. നെക്സ്റ്റ് ഇനി ഉപലക്ഷ്യങ്ങളാണ് പറയുന്നത്. പ്രധാനമായും വളർച്ചാ നാഴികക്കല്ലുകളിൽ വരുന്ന വ്യതിയാനങ്ങൾ ചികിത്സിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ. അപ്പോൾ അതൊക്കെ കുഞ്ഞ് ഏത് ഘട്ടത്തിലാണ് നിൽക്കുന്നത്, ഏത് മൈൽ സ്റ്റോൺ ആണ് സ്കിപ്പ് ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടെത്തി ചികിത്സിക്കുകയാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി ചലനവുമായും പേശികളുമായും ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി പരമാവധി വൈകല്യങ്ങൾ തടയുക. ശ്വസന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുക. ദൈനംദിന കൃത്യങ്ങൾ സ്വയം നിറവേറ്റുന്നതിനായി പ്രാപ്തനാക്കുക. പ്രൊമോട്ട്സ് ഇൻഡിപെൻഡൻസ്. ഇൻക്രീസസ് ദ പാർട്ടിസിപ്പേഷൻ ഇൻ ഓൾ ആക്ടിവിറ്റീസ് അറ്റ് ഹോം, സ്കൂൾ, കമ്മ്യൂണിറ്റി. നമുക്കറിയാം കുഞ്ഞ് വീട്ടിലായിരിക്കുമ്പോഴും സ്കൂളിലായിരിക്കുമ്പോഴും കമ്മ്യൂണിറ്റിയിലായിരിക്കുമ്പോഴും അവനെ ഒരിക്കലും മാറ്റി നിർത്താത്ത രീതിയിൽ അവനും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അവനെ മാറ്റിയെടുക്കുകയാണ് പ്രധാന ലക്ഷ്യം. പീഡിയാട്രിക് ഫിസിയോതെറാപ്പിസ്റ്റ് കൊളാബറേറ്റ് വിത്ത് ദ ഫാമിലി ആൻഡ് ഇംപ്ലിമെൻറ്റ് ഇൻഡിവിജ്വലൈസ്ഡ് പ്രോഗ്രാം ഫോർ ഈച്ച് ചൈൽഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ് ഓരോ കുഞ്ഞിനും നമ്മൾ ഒരുക്കി കൊടുക്കുന്നത്. പ്രൊമോട്ട്സ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് കുഞ്ഞിന് ഹെൽത്തും ആരോഗ്യവും സൗഖ്യവും പ്രദാനം ചെയ്യുക എന്നതാണ്. അപ്പോൾ അതാണ് ലക്ഷ്യങ്ങൾ. ഇനി അടുത്തതായിട്ട് പീഡിയാട്രിക് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സേവനം ഏതൊക്കെ അസുഖങ്ങളിലാണ് ആവശ്യമായിട്ട് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ജന്മനായുള്ള വൈകല്യങ്ങൾ പറയുന്നതാണ് CTEV അഥവാ ക്ലബ് ഫുട്ട്. നമ്മുടെ കാലുകളൊക്കെ നിവർന്നിട്ടാണ് ഇരിക്കുന്നത്. ചില കുഞ്ഞുങ്ങളുടെ കാൽപാദങ്ങൾ ഉള്ളിലേക്ക് വളഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസിന് പറയുന്ന പേരാണ് CTEV എന്ന്. ചിലപ്പോൾ 2 കാലുകളിലും കാണും, ചിലപ്പോൾ ഒരു കാലിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ CTEV ഉള്ള കേസിൽ നമ്മൾ സ്പ്ലിൻറ്റുകളൊക്കെ കൊടുത്തിട്ട് കറക്റ്റീവ് എക്സസൈസുകളാണ് ചെയ്യുന്നത്. അപ്പോൾ CTEVയിൽ ഫിസിയോതെറാപ്പി വളരെയധികം ആവശ്യമായിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഇടുപ്പല്ല് അഥവാ ഹിപ്പ് ബോണിൻ്റെ സ്ഥാനചലനം. കൺജനൈറ്റൽ ഡിസ്ലൊക്കേഷൻ ഓഫ് ഹിപ്പ് എന്നാണ് പറയുന്നത്. CDHലും ഒരുപാട് വളർച്ച വൈകല്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതിനകത്തും നമ്മൾ ഫിസിയോതെറാപ്പി ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇനി ഫ്ലാറ്റ് ഫുട്ട് അഥവാ പരന്ന പാദം. ചില കുഞ്ഞുങ്ങളുടെ കാലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് തറയിൽ ആർച്ച് സപ്പോർട്ട് കുറവായിരിക്കും. തറയിൽ കറക്റ്റായിട്ട് ടച്ച് ചെയ്തിട്ടായിരിക്കും അവർ നടക്കുക. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ നടക്കാനൊക്കെ കുറച്ച് കാലതാമസം നേരിടാറുണ്ട്. അപ്പോൾ അതിലും നമ്മൾ ഫിസിയോതെറാപ്പി യൂസ് ചെയ്യാറുണ്ട്. അടുത്തത് ഫുഡ് ഡ്രോപ്പ് ആൻഡ് റിസ്റ്റ് ഡ്രോപ്പ്. നെക്സ്റ്റ് ടോ വാക്കിംഗ് അഥവാ കാൽവിരലുകൾ ഊന്നിയുള്ള നടത്തം. ചില കുഞ്ഞുങ്ങൾ കാൽവിരലുകൾ ഊന്നിയിട്ടായിരിക്കും നടക്കുക. അവരുടെ ഉപ്പുറ്റി തറയിൽ ടച്ച് ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവരുടെ കാഫ് മസിലുകളൊക്കെ നല്ല ഷോർട്ടായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക.
ആ കേസുകളിൽ നമ്മൾ ഓർത്തോസിസുകൾ വെച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ട് ഗെയ്റ്റ് ട്രെയിനിങ്, നടക്കാനുള്ള ട്രെയിനിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ജന്മനായുള്ള വൈകല്യങ്ങൾ. അടുത്തത് വളർച്ചാ വൈകല്യങ്ങൾ. വളർച്ചാ വൈകല്യങ്ങളിൽ വരുന്നത് ഡ്വാർഫിസം, ഓസ്റ്റിയോജെനിസിസ് ഇംപെർഫെക്റ്റ, ഡെവലപ്മെന്റൽ ഡിലേ, അങ്ങനത്തെ കണ്ടീഷനുകളാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ജനിതക രോഗങ്ങൾ. വിവിധ തരത്തിലുള്ള ജനിതക രോഗങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടും വരുന്നതാണ് ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഏഞ്ചൽമാൻ സിൻഡ്രോം, മസ്കുലാർ ഡിസ്ട്രോഫി തുടങ്ങിയ കണ്ടീഷനുകൾ. മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറയുമ്പോൾ തന്നെ പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം മസ്കുലാർ, മസിലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് അസുഖമാണ് മസ്കുലാർ ഡിസ്ട്രോഫി. നമ്മൾ മസിലുകളൊക്കെ ക്ഷയിച്ച് അവസാനം കുഞ്ഞ് വീൽ ചെയർ ബൗണ്ട് ആയിട്ട് മാറിപ്പോകുന്നു. അപ്പോൾ മസ്കുലാർ ഡിസ്ട്രോഫിയുടെ കേസിലും ഫിസിയോതെറാപ്പി വളരെ അധികം ആവശ്യമായിട്ട് വരാറുണ്ട്. അടുത്തത് ഡൗൺ സിൻഡ്രോം. ഡൗൺ സിൻഡ്രോം ഉള്ള ബേബീസിലൊക്കെ വളരെ ഫിസിയോതെറാപ്പി ഒരു ഡെവലപ്മെന്റൽ ആയിട്ടുള്ള ആസ്പെക്റ്റിൽ മാത്രമാണ് നമ്മൾ ചെയ്യാറുള്ളൂ. അത്ര കാര്യമായിട്ട് ഉപയോഗിച്ച് വരാറില്ല. നെക്സ്റ്റ് വരുന്നതാണ് ഓട്ടിസം. ഓട്ടിസമുള്ള കുഞ്ഞുങ്ങളിൽ ശാരീരിക വൈകല്യങ്ങളൊന്നും അത്ര അധികമൊന്നും കണ്ടുവരാറില്ല. അപ്പം അതുകൊണ്ട് അവരുടെ കേസിൽ നമ്മൾ ഹൈപ്പർ ആക്ടിവിറ്റി, അവർ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കുമല്ലോ, അപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി കുറയ്ക്കാനുള്ള എക്സസൈസുകളാണ് ഓട്ടിസത്തിൻ്റെ കേസസിൽ നമ്മൾ ചെയ്തു വരുന്നത്. നെക്സ്റ്റ് ഹൈഡ്രോസെഫാലസ്. ഹൈഡ്രോസെഫാലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കുഞ്ഞുങ്ങളുടെ തല രണ്ടിരട്ടി, സാധാരണ കുഞ്ഞുങ്ങളുടെ തലയേക്കാളും ഒരു രണ്ടിരട്ടി വലിപ്പത്തിൽ കാണപ്പെടാറുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയും തലയിൽ വെള്ളക്കെട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് ഹൈഡ്രോസെഫാലസ് എന്ന് പറയുന്നത്. ഹൈഡ്രോസെഫാലസിലും പലതരത്തിലുള്ള മൈൽ സ്റ്റോൺ ഡിലേ കണ്ടുവരാറുണ്ട്. നെക്സ്റ്റ് മെറ്റബോളിക് ഡിസോർഡേഴ്സ്. ടോർട്ടിക്കോളിസ്. ടോർട്ടിക്കോളിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കഴുത്തിൻ്റെ പേശികളായിട്ട് ബന്ധപ്പെട്ട ഒരു അസുഖമാണ്. കഴുത്തിൻ്റെ മസിലുകൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെരിഞ്ഞു പോവുക, ആ ഒരു അവസ്ഥയാണ് ടോർട്ടിക്കോളിസ് എന്ന് പറയുന്നത്. ടോർട്ടിക്കോളിസിനെയും ഫിസിയോതെറാപ്പിയിലൂടെ നമുക്ക് എഫക്റ്റീവായിട്ട് മാറ്റിയെടുക്കാനായിട്ട് കഴിയും. അടുത്തത് സ്കോളിയോസിസ്. സ്കോളിയോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നട്ടെല്ലിൽ ഒരു എസ് ഷേപ്ഡ് കർവ് പോലെ നട്ടെല്ല് വളഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് സ്കോളിയോസിസ്. സ്കോളിയോസിസിൽ നമ്മൾ പോസ്റ്റൽ കറക്ഷൻ എക്സസൈസുകളൊക്കെ ചെയ്തിട്ട് സ്കോളിയോസിസും ഒരു പരിധിവരെയൊക്കെ നമ്മൾ മാറ്റിയെടുക്കാനായിട്ട് കഴിയാറുണ്ട്. എബ്സ് പാൾസി. എബ്സ് പാൾസി എന്ന് പറഞ്ഞിട്ട് ഒരു കോമൺ ആയിട്ട് നിങ്ങൾ കേട്ട് കാണും. ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു അസുഖമാണ്. നമ്മൾ പ്രസവത്തിൻ്റെ സമയത്തൊക്കെ കുഞ്ഞിനെ വലിച്ചെടുക്കുമ്പോൾ കുഞ്ഞിൻ്റെ കൈയിൻ്റെ അവിടെയുള്ള ഞരമ്പുകൾക്ക് ഉണ്ടാകുന്ന തളർച്ചയാണ്. കൈയിൻ്റെ അവിടെയുള്ള ഞരമ്പുകൾക്ക് തളർച്ച സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ മസിലുകളും തളർന്നിട്ട് കൈ തിരിഞ്ഞു പോകുന്നു, പിന്നിലേക്ക് തിരിഞ്ഞു പോകുന്നു. ആ ഒരു അവസ്ഥയാണ് എബ്സ് പാൾസി. എബ്സ് പാൾസിക്കകത്ത് നമ്മൾ സ്റ്റിമുലേഷനൊക്കെ ചെയ്തിട്ട് എബ്സ് പാൾസി മാറ്റിയെടുക്കാറുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഫിസിയോതെറാപ്പി ആവശ്യമായിട്ട് വരുന്ന കണ്ടീഷനുകൾ. ഇനി നമുക്ക് സെറിബ്രൽ പാൾസി അഥവാ മസ്തിഷ്കവാദത്തിനെ കുറിച്ച് നോക്കാം. എന്താണ് സെറിബ്രൽ പാൾസി എന്നും എത്ര ടൈപ്പ് സെറിബ്രൽ പാൾസി ഉണ്ടെന്നും അതിനുപയോഗിക്കുന്ന ഫിസിയോതെറാപ്പി മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടും നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് സെറിബ്രൽ പാൾസി എന്താണെന്ന് പറയാം. ശരീരത്തിൻ്റെ അംഗചലനങ്ങളെയും പേശി ഏകോപനത്തെയും ബാധിക്കുന്നതും ആജീവനാന്തം നിലനിൽക്കുന്നതുമായ ഒരു പറ്റം അവസ്ഥകളെ മസ്തിഷ്കവാദം എന്ന് പറയാം. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സെറിബ്രൽ എന്ന് വെച്ചാൽ ബ്രെയിനുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ളത്, പാൾസി എന്ന് വെച്ചാൽ പാരാലിസിസ്. അപ്പോൾ ബ്രെയിനിലുണ്ടാകുന്ന ഒരു തരത്തിലുള്ള പാരാലിസിസ് ആണ് സെറിബ്രൽ പാൾസി എന്ന് പറയുന്നത്. ബ്രെയിനിൻ്റെ മസ്തിഷ്കത്തിന് ഉണ്ടാകുന്ന ഓക്സിജന്റെ ലഭ്യത കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു തരം ക്ഷതമാണ് സെറിബ്രൽ പാൾസി എന്നും പറയാം. ഇത് അൺഫോർച്ചുനേറ്റ്ലി പറയുകയാണെങ്കിൽ ഒരു തരത്തിൽ ഇത് ഉണ്ടാവുകയാണെങ്കിൽ, ഈ ക്ഷതം ഒരിക്കൽ സംഭവിക്കുകയാണെങ്കിൽ പിന്നീട് അത് ഭേദമാവുകയോ അതല്ലെങ്കിൽ അത് പിന്നീട് പ്രോഗ്രസ് ചെയ്ത് വേറൊരവസ്ഥയിലേക്ക് എത്തുകയോ ചെയ്യുന്നില്ല. ഒരിക്കലും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ നിലനിൽക്കും എന്നാണ് പറയുന്നത്. സെറിബ്രൽ പാൾസി എങ്ങനെ ഉള്ള ഒരു കുട്ടിയും നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടിയിലും എങ്ങനെയാണ് അത് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നോർമൽ ആയിട്ടുള്ള ഒരു കുഞ്ഞ് അമ്മയുടെ യൂട്രസിൽ കിടക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ള മൂവ്മെന്റുകൾ കാണിക്കുന്നുണ്ടായിരിക്കും. വൺസ് അവൻ ജനിച്ച് പുറത്തേക്ക് വന്നാലും പലതരത്തിലുള്ള മൂവ്മെന്റുകൾ അവൻ കാണിക്കും. ആദ്യം അവൻ കാണിക്കുന്ന മൂവ്മെന്റുകളൊക്കെ തെറ്റായിട്ടുള്ള മൂവ്മെന്റുകളായിരിക്കും. അങ്ങനെ തെറ്റിയാണ് അവൻ ശരിയായിട്ടുള്ള ഒരു മൂവ്മെന്റ് പഠിച്ചെടുക്കുന്നത്.
അപ്പോൾ അവൻ്റെ ബ്രെയിനകത്ത് ഒരു ട്രയൽ ആൻഡ് എറർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രതിഭാസമാണ് നടക്കുന്നത്. അങ്ങനെ അവനൊരു ശരിയായിട്ടുള്ള ഒരു മൂവ്മെന്റ് ചെയ്യുന്നതിലൂടെ അവൻ്റെ ബ്രെയിനും ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ സെറിബ്രൽ പാൾസി ഉള്ള ഒരു കുഞ്ഞിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി ബ്രെയിൻ ക്ഷതം സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ബ്രെയിനിൻ്റെ ഫങ്ഷൻസ് ആണ് മൂവ്മെന്റ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. മൂവ്മെന്റ്സ്, ബാലൻസ്, പോസ്ചർ തുടങ്ങിയതൊക്കെ ബ്രെയിനിന്റെ ഫങ്ഷൻ ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ കുഞ്ഞിന്റെ ബ്രെയിന് ക്ഷതം സംഭവിച്ചുകൊണ്ട് ഈ തരത്തിലുള്ള ഫങ്ഷൻ ഒന്നും നടക്കുന്നില്ല. അതായത് ട്രയൽ ആൻഡ് എറർ നടക്കുന്നില്ല. കറക്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് എന്താണ് അനലൈസ് ചെയ്യാനായിട്ട് അവന്റെ ബ്രെയിനിന് പറ്റുന്നില്ല. ബ്രെയിൻ ഡെവലപ്പും ചെയ്യുന്നില്ല. അപ്പോൾ ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് കുഞ്ഞ് കാണിക്കുന്നത്. അപ്പോൾ അതാണ് സെറിബ്രൽ പാൾസി എന്ന് പറയുന്നത് ഒരു മൂവ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസീസ് ആണെന്ന് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു തലച്ചോറിൽ ഉണ്ടാകുന്ന ക്ഷതം മൂലമാണ് സെറിബ്രൽ പാൾസി സംഭവിക്കുന്നത് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സെറിബ്രൽ പാൾസി ഉണ്ടാകുന്നത്? പ്രധാനമായിട്ടും 3 കാരണങ്ങളാണ് പറയുന്നത്. അതായത് ഭ്രൂണാവസ്ഥയിൽ നിന്ന് ശിശുവായിട്ട് വളർന്നു വരുന്ന ഘട്ടത്തിൽ ഉണ്ടാകുന്ന ക്ഷതങ്ങൾ. പിന്നെ രണ്ടാമത് വരുന്നത് പ്രസവത്തിന് തൊട്ട് മുൻപ് ഉണ്ടാകുന്ന ക്ഷതങ്ങൾ. അതിന് പറയുന്നതാണ് പ്രീനേറ്റൽ എന്ന് പറയും. നെക്സ്റ്റ് പ്രസവത്തിന് തൊട്ട് ശേഷം ഉണ്ടാകുന്ന ക്ഷതങ്ങൾ, പോസ്റ്റ്നേറ്റൽ. ഇങ്ങനെയാണ് 3 തരത്തിലുള്ള കാരണങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി ഈ അപകടാവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ആരിലെല്ലാം എന്ന് നോക്കാം. ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനുകൾ ഉണ്ടായിരുന്നവര്, മംസ്, മിസൽസ് മുതലായ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നവരിൽ, അമ്മയുടെ തൈറോയിഡ് ഹോർമോൺ ക്രമാതീതമായി കൂടുകയോ കുറയുകയോ ചെയ്യുന്ന അവസ്ഥ ഉള്ളവരിൽ, പ്രസവത്തിൽ വരുന്ന മറ്റു ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പോൾ ചില കുഞ്ഞുങ്ങൾ പ്രസവത്തിന്റെ സമയത്ത് തന്നെ ശ്വാസം മുട്ടിയിട്ടായിരിക്കും ജനിക്കുന്നത്. ബെർത്ത് ആസ്ഫിക്സിയ എന്നാണ് ആ കണ്ടീഷനെ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കണ്ടീഷനുകളൊക്കെ ഉള്ളവരിൽ സെറിബ്രൽ പാൾസി ഉണ്ടാവാനുള്ള റിസ്ക് കൂടുതലാണ്. അടുത്തത് വരുന്നത് മഞ്ഞപ്പിത്തം, നിയോനേറ്റൽ ജോണ്ടിസ്. പിന്നെ നേരത്തെയുള്ള ജനനം, പ്രീടൈം ബേബീസിൽ അത് പറയുമ്പോഴാണ് PVL എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ. പ്രീടൈം ആയിട്ടുള്ള ബേബീസ് PVL ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്താണ് PVL എന്ന് വെച്ചാൽ പെരിവെൻട്രിക്കുലാർ ലൂക്കോമലേഷ്യ എന്ന് പറയും. ബ്രെയിനിലുള്ള വൈറ്റ് സെൽസിന് ക്ഷതം സംഭവിക്കുമ്പോഴാണ് കുഞ്ഞ് PVL ആയിട്ട് മാറുന്നത്. PVL ഉള്ള കുഞ്ഞുങ്ങളിലും CP ആയിട്ട് മാറാനായിട്ട് നല്ല ചാൻസ് ആണ് ഉള്ളത്. അടുത്തത് വരുന്നത് ഒന്നിലധികം ജനനം ഒരുമിച്ച് സംഭവിക്കുന്നത്, തലച്ചോറിനുണ്ടാകുന്ന ക്ഷതം, അമ്മയിലുണ്ടാകുന്ന പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയവ മൂലം. അടുത്തത് വരുന്നത് മദ്യപാനം, ഗർഭനിരോധന ഗുളികകളുടെയൊക്കെ അമിതമായിട്ടുള്ള ഉപയോഗം, തലച്ചോറിന്റെ ആവരണമായ മെനിഞ്ചസിന് ഉണ്ടാകുന്ന അണുബാധ മൂലം, അതായത് മെനിഞ്ചൈറ്റിസ്. ഈ കണ്ടീഷനുകളിലൊക്കെയാണ് സെറിബ്രൽ പാൾസിയിലേക്ക് ലീഡ് ചെയ്യാനായിട്ട് കൂടുതൽ സാധ്യതയുള്ളത്. ഒരു 50% കോസ് എന്ന് പറയുന്നത് ഇപ്പോഴും അൺനോൺ ആണ്, നമുക്കറിയില്ല. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഈ ഒരു റിസ്ക്, നേരത്തെ ഞാൻ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മസ്തിഷ്കവാദം അഥവാ സെറിബ്രൽ പാൾസിയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകാനിടയുള്ള ബുദ്ധിമുട്ടുകൾ. എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരിക്കും ഉണ്ടായിരിക്കുകയാണ്? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു മസിലുകളായിട്ടും ജോയിന്റുകളായിട്ടും ചലനവുമായിട്ടും ബന്ധപ്പെട്ട ഒരു അസുഖമാണ് സെറിബ്രൽ പാൾസി എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ടും ആ 3 കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ടോൺ അഥവാ പേശികളുടെ ബലം കുറഞ്ഞോ കൂടിയോ ഇരിക്കും. ടോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസിലുകളുടെ ബലത്തിനെയാണ് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ മസില് ബലം കൂടിയിട്ടും അല്ല ബലം കുറഞ്ഞിട്ടില്ല, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. സെറിബ്രൽ പാൾസി ഉള്ള കുഞ്ഞുങ്ങളിൽ ചിലരുടെ മസിലുകളൊക്കെ ബലം കൂടിയിട്ടിരിക്കും, അതായത് ഹൈപ്പർ ടോണിക് എന്ന് പറയും. ചിലരുടെ മസിലുകളാണെങ്കിൽ ബലം കുറഞ്ഞിട്ടിരിക്കും, തൂങ്ങിയിരിക്കും, ഒരു ബലം ഇല്ലാതെ ലൂസായിട്ടിരിക്കും. അതിനെയാണ് നമ്മൾ ഹൈപ്പോടോണിക് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ടോൺ അഥവാ പേശികളുടെ ബലം കുറഞ്ഞോ കൂടിയോ ഇരിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, അനിയന്ത്രിതമായ ബലം പിടുത്തം. മെയിനായിട്ടും ജോയിന്റുകളാണ്. ഇപ്പോൾ അവർക്ക് ആക്റ്റീവായിട്ട് തന്നെ മൂവ്മെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു തെറപ്പിസ്റ്റോ അല്ലെങ്കിൽ പേരന്റോ പാസീവ്ലി അവരെ മൂവ്മെന്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതാണ് അനിയന്ത്രിതമായിട്ടുള്ള ബലം പിടുത്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അടുത്തത് ചലനങ്ങളിലുള്ള ബുദ്ധിമുട്ടുകൾ. പ്രധാനമായിട്ടും അനിയന്ത്രിതമായ ചലനങ്ങൾ. നേരത്തെ പറഞ്ഞു അനിശ്ചിതമായിട്ടുള്ള ചലനങ്ങൾ. അതായത് ഇപ്പോൾ നേരെ പോയിട്ട് ഒരു ഗ്ലാസ് എടുക്കാനായിട്ട് അവർ ചിലപ്പോൾ വളഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ചിലപ്പോൾ മിക്കതും അവരത് അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ചെയ്യുന്നത്. അവരുടെ കൈക്ക് പലതരത്തിലുള്ള മൂവ്മെൻറ്റുകളാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതാണ് ചലനങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടായിരിക്കും ചെയ്യുന്നത്. അടുത്തത് നടത്തവും നിൽപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അത് നേരത്തെ നമ്മൾ പറഞ്ഞു പോസ്ചർ. നടക്കുമ്പോഴോ നിൽക്കുമ്പോഴോ ബോഡി അലൈൻമെന്റ് ചെയ്യാനുള്ള കഴിവ് ഇവർക്ക് കുറവായിരിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. മെയിനായിട്ടും സ്കോളിയോസിസ് ഒക്കെ ഉണ്ടായിരിക്കും. സ്കോളിയോസിസ് എന്ന് പറയുന്നത് ഒരു എസ് ഷേപ്ഡ് ആയിട്ടുള്ള കർവ് നട്ടലിൽ കാണപ്പെടുന്നതാണ്. പിന്നെ വരുന്നത് മെയിനായിട്ട് കണ്ടീഷനാണ് ലോഡോസിസ്. ബാക്ക് മസിൽസ് അഥവാ ബട്ടക് മസിൽസ് പ്രൊമിനൻ്റ് ആയിട്ട് കാണപ്പെടാറുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ നടപ്പുമായി ബന്ധപ്പെട്ട ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് സിസറിങ് ഗേറ്റ് ആണ്. കത്രികയുടെ ആകൃതിയിൽ കാലുകൾ നിൽക്കുന്നു. അപ്പോൾ നടക്കാനായിട്ട് കുഞ്ഞിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അപ്പോൾ അതൊക്കെയാണ് നടത്തവും നിൽപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അബ്നോർമൽ പൊസിഷനിങ്. നോർമൽ പൊസിഷനിങ് എന്ന് വെച്ചാൽ ചില കുഞ്ഞുങ്ങളുടെ തല ഓപ്പോസിറ്റ് സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്തിട്ടിരിക്കാറുണ്ട്. അതൊക്കെയാണ് അബ്നോർമൽ പൊസിഷനിങ്. നീ ജോയിന്റ് വളഞ്ഞിരിക്കുന്നു. അപ്പോൾ അതൊക്കെയാണ് അബ്നോർമൽ പൊസിഷനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് അനുബന്ധ പ്രശ്നങ്ങൾ. അനുബന്ധമായിട്ട് വരാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മാനസിക വൈകല്യങ്ങൾ, സന്ധികൾക്ക് ഉണ്ടാകുന്ന രൂപമാറ്റം, അപസ്മാരം, പഠന വൈകല്യങ്ങൾ അഥവാ ഭാഷാ പ്രശ്നങ്ങൾ, സന്ധികളുടെയൊക്കെ സ്ഥാനചലനം. മെയിനായിട്ടും ഹിപ്പ് ബോൺ ആണ് സ്ഥാനചലനം സംഭവിക്കാൻ ചാൻസസ് കൂടുതലുള്ളത്. കാഴ്ചയ്ക്കും കേൾവിക്കുമുള്ള ബുദ്ധിമുട്ടുകൾ, ഇടുപ്പെല്ലിൻ്റെ സ്ഥാനചലനം, ഉറക്കക്കുറവ്, ഭക്ഷണം ചവയ്ക്കാനും ഇറക്കാനുമുള്ള ബുദ്ധിമുട്ടുകൾ, പേശികളൊക്കെ ചുരുങ്ങിപ്പോവുക. ഇതൊക്കെയാണ് അനുബന്ധമായിട്ട് CP ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന പ്രശ്നങ്ങൾ. ഒരു പറ്റം പ്രശ്നങ്ങളാണെന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിൽ വരുന്ന അനുബന്ധ പ്രശ്നങ്ങളാണ് നേരത്തെ പറഞ്ഞത്. അടുത്തത് CP എങ്ങനെ നമുക്ക് നേരത്തെ കണ്ടെത്താം. CP ഉള്ളൊരു കുഞ്ഞാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മൾ കുഞ്ഞിനെ എടുത്തിട്ട് നമ്മുടെ കയ്യിൽ കമഴ്ത്തിക്കെടുത്തുമ്പോൾ കുഞ്ഞിൻ്റെ തല താഴത്തോട്ട് പോയിട്ട് ഒരു യു ഷേപ്പ്, ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു യു ഷേപ്പ് ആയിട്ടാണ് കുഞ്ഞിൻ്റെ പോസ്ചർ ബോഡി കാണപ്പെടുന്നതെങ്കിൽ അതിന് പറയുന്നതാണ് ഫ്ലോപ്പി ചൈൽഡ് എന്ന്. നോർമൽ ആയിട്ടുള്ള ഒരു ബേബി ആണെങ്കിൽ നമ്മൾ കുഞ്ഞിനെ കയ്യിൽ കിടത്തുമ്പോൾ തല പൊക്കി നോക്കും. പക്ഷെ CP ഉള്ള കേസസിലാണെങ്കിൽ കുഞ്ഞിൻ്റെ തല എപ്പോഴും താഴത്തോട്ടായിരിക്കും കാണുന്നത്. അപ്പം അതാണ് ഫ്ലോപ്പി ചൈൽഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് CP ഉണ്ടോ എന്ന് അറിയാനായിട്ടുള്ള ഒരു മാർക്കറാണ്. നെക്സ്റ്റ് വരുന്നത് സ്റ്റിഫ് പോസ്ചർ. കുട്ടിയുടെ ശരീരം നല്ല കട്ടിയുള്ളതായിട്ടായിരിക്കും കാണപ്പെടുന്നത്. നമുക്ക് മൂവ്മെൻ്റ് ഒക്കെ ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കാലുകളൊക്കെ വളഞ്ഞിരിക്കും, ട്വിസ്റ്റ് ചെയ്തിട്ടായിരിക്കും ചില കുഞ്ഞുങ്ങളിൽ ഇരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിനെ നമ്മൾ മലർത്തിക്കെടുത്തുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ ട്രങ്കിൽ ചെറുതായിട്ടൊരു വളവ് പോലെയൊക്കെ കാണപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ കരച്ചിൽ മറ്റ് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ പോലെ ആയിരിക്കില്ല, നല്ല ഉച്ചത്തിലായിരിക്കും കരയുക. അതുപോലെ തന്നെ കഴുത്തൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് കുഞ്ഞിന് കുറവായിരിക്കും. പിന്നെ പാല് വലിച്ചു കുടിക്കാനുള്ള കഴിവ്, നാക്കിൻ്റെ മൂവ്മെൻറ്റ്സ് അതൊക്കെ കുറവായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് CP ഉണ്ടോ എന്ന് നമുക്കൊന്ന് സസ്പെക്ട് ചെയ്യാനായിട്ട് കഴിയുന്നത്. നമുക്ക് വീടുകളിൽ തന്നെ ചെയ്തു നോക്കാവുന്ന കാര്യം തന്നെയാണ്. അതാണ് ഏർലി ഡയഗ്നോസിസ്. ഇനി എങ്ങനെയാണ് CP തരം തിരിച്ചിട്ടുള്ളത്? CP 4 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സ്പാസ്റ്റിക് CP, അത്തിറ്റോയിഡ് CP, അറ്റാക്സിക് CP, മിക്സഡ് CP. സ്പാസ്റ്റിക് CPനെ തന്നെ വീണ്ടും 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്പാസ്റ്റിക് ഹെമിപ്ലീജിയ, സ്പാസ്റ്റിക് മോണോപ്ലീജിയ, സ്പാസ്റ്റിക് ക്വാഡ്രിപ്ലീജിയ. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് വരും സൈഡുകളിൽ നോക്കാം. സ്പാസ്റ്റിക് CP എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് സ്പാസ്റ്റിക് CP ആണ്. 70 മുതൽ 80% വരെയാണ് സ്പാസ്റ്റിക് CP കാണപ്പെടുന്നത്. ഇപ്പോൾ സ്പാസ്റ്റിക് ആണോ നമ്മൾ എങ്ങനെയാണ് അറിയാം? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നല്ല കട്ടിയുള്ള പേശികളായിരിക്കും അവർക്ക്, നല്ല സ്റ്റിഫായിരിക്കും. ഒരു മൂവ്മെൻറ്റ് ചെയ്യാൻ തന്നെ നല്ല ബുദ്ധിമുട്ടിയിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പോൾ അതാണ് സ്പാസ്റ്റിക് CP എന്ന് പറയുന്നത്. ഇവരുടെ കൈകാലുകളൊക്കെ ചിലരുടെ ശോഷിച്ച രീതിയിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. കുഞ്ഞ് വളരെ സ്റ്റിഫായിരിക്കും. അപ്പോൾ സ്പാസ്റ്റിക് CP എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി സ്പാസ്റ്റിക് CPയിൽ തന്നെ വരുന്ന CP ആണ് സ്പാസ്റ്റിക് ഹെമിപ്ലീജിയ എന്ന് പറയുന്നത്.
അപ്പൊ ഹെമി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഹാഫ് സൈഡ് ശരീരത്തിനെ ബാധിക്കുന്നതാണ് സ്പാസ്റ്റിക് ഹെമിപ്ലീജിയ എന്ന് പറയുന്നത്. അപ്പോൾ ശരീരത്തിന്റെ തലയുടെ ഇടത് ഭാഗത്ത് ക്ഷതം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വലത് ഭാഗത്താണ് ബുദ്ധിമുട്ടുണ്ടാവുക, വലത് ഭാഗത്താണ് തളർച്ച ഉണ്ടാവുക. അപ്പൊ അതാണ് സ്പാസ്റ്റിക് ഹെമിപ്ലീജിയ എന്ന് പറയുന്നത്. ഇവർക്ക് ചലിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു കാല് നമ്മൾ ഓർത്തോസിസ് ഒക്കെ വെച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ അവരെ ഗെയ്റ്റ് ട്രെയിനിങ് അഥവാ നടക്കാനുള്ള ട്രെയിനിങ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതാണ് സ്പാസ്റ്റിക് ഹെമിപ്ലീജിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് സ്പാസ്റ്റിക് ഡൈപ്ലീജിയ. അപ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഡൈ എന്ന് പറയുമ്പം രണ്ട് കാലുകളെയും ബാധിക്കുന്നത്. കൈനെ നല്ല റയറായിട്ട് മാത്രമാണ് ഇത് ബാധിക്കാറുള്ളൂ. അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സിസറിങ് ഗേറ്റ് ആയിരിക്കും. സിസറിങ് എന്ന് പറയുമ്പോൾ ഒരു കത്രികയുടെ ആകൃതിയിലുള്ള, ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു കത്രികയുടെ ഒരു ആകൃതിയിൽ പോലെയുള്ള ഒരു പാറ്റേൺ ആയിരിക്കും ഇവരുടെ കാലിനുണ്ടായിരിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക, ഇവരുടെ ഇടുപ്പും ബാക്കിയുള്ള ജോയിന്റുകളൊക്കെ തെറ്റാനായിരിക്കുകയുള്ള ചാൻസസ് കൂടുതലാണ്, ഡിസ്ലൊക്കേഷനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ സ്പാസ്റ്റിക് ഡൈപ്ലീജിയ ഉള്ള കുഞ്ഞുങ്ങളിൽ ബുദ്ധിശക്തിനെ കാര്യമായിട്ടൊന്നും ബാധിക്കാറില്ല, നോർമൽ ആയിട്ടുള്ള ഐക്യമുള്ള കുഞ്ഞുങ്ങൾ തന്നെയായിരിക്കും. പിന്നെ അവർക്കുള്ള മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കോങ്കണ്ണ്, സ്ക്വിന്റ് അഥവാ കോങ്കണ്ണൊക്കെ 75% പേരിലും കാണപ്പെടാറുണ്ട്. അപ്പൊ അതാണ് സ്പാസ്റ്റിക് ഡൈപ്ലീജിയ എന്ന് പറയുന്നത്. അടുത്തത് സ്പാസ്റ്റിക് ക്വാഡ്രിപ്ലീജിയ. ക്വാഡ്രി എന്ന് പറയുമ്പോൾ തന്നെ നാല് അവയവങ്ങളെയും 4 ലിംസിനെയും ബാധിക്കുന്നതാണ് സ്പാസ്റ്റിക് ക്വാഡ്രിപ്ലീജിയ എന്ന് പറയുന്നത്. സ്പാസ്റ്റിക് ക്വാഡ്രിപ്ലീജിയ ഉള്ള പേഷ്യൻസിന് വളരെ അപൂർവമായിട്ട് മാത്രമാണ് നടക്കാനായിട്ട് കഴിയുള്ളൂ. കാരണം ഇവരുടെ മസിലുകളൊക്കെ നല്ല സ്റ്റിഫായിരിക്കും, അപ്പോൾ മൂവ്മെന്റ്സ് ഒക്കെ നല്ല കുറവായിരിക്കും. അപ്പോൾ അതാണ് സ്പാസ്റ്റിക് ക്വാഡ്രിപ്ലീജിയ എന്ന് പറയുന്നത്. നമ്മൾ 3 ടൈപ്പ് ഓഫ് സ്പാസ്റ്റിക് സി പിയിൽ തന്നെ വരുന്ന 3 ടൈപ്പ് ഓഫ് സി പി നമ്മൾ പഠിച്ചു. അടുത്തത് വരുന്നതാണ് ഹൈപ്പോട്ടോണിക് സി പി. ഹൈപ്പോട്ടോണിക് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മസിലുകളുടെ ബലം കുറവായിരിക്കും, അതായത് ലൂസ് ആയിട്ടുള്ള മസിലുകളായിരിക്കും. അപ്പോൾ അതിന് ഫ്ലോപ്പി ആയിട്ടുള്ള സി പി ആണ് ഹൈപ്പോട്ടോണിക് സി പി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. സ്പാസ്റ്റിസിറ്റിയുടെ ഓപ്പോസിറ്റ് ആണ്. സ്പാസ്റ്റിസിറ്റിയിൽ നമ്മൾ എന്താ പറഞ്ഞത്, മസിലുകളൊക്കെ നല്ല സ്റ്റിഫായിട്ടായിരിക്കും ഇരിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഹൈപ്പോട്ടോണിക്കിൽ വരുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് മസിലുകളൊക്കെ നല്ല ലൂസായിട്ടിരിക്കും. അപ്പോൾ ഇതിൽ ഹൈപ്പോട്ടോണിക് സി പി 10%, ആകെ സി പി ബാധിതരിൽ 10% കുഞ്ഞുങ്ങളാണ് ഹൈപ്പോട്ടോണിക് സി പിയിലുള്ള കുഞ്ഞുങ്ങൾ. ഇവരുടെ മസിലുകളൊക്കെ നല്ല ലൂസായിരിക്കും. അതുപോലെ തന്നെ ഇവർക്ക് കോർഡിനേഷനും ബാലൻസും ഒക്കെ കുറവായിരിക്കും. എഴുതാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇവർക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ അതാണ് ഹൈപ്പോട്ടോണിക് സി പി എന്ന് പറയുന്നത്. അടുത്തത് അറ്റാക്സിക് സി പി. അറ്റാക്സിക് സി പി എന്ന് പറയുന്നത് 5 മുതൽ 10% വരെ ആയിരിക്കും ആളുകൾ. അവർക്ക് എന്താ ഉണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ കാലുകളൊക്കെ നല്ല അകത്തി വെച്ചിട്ടായിരിക്കും അവർ നടക്കുന്നത്. കാലുകൾ അകത്തി വെച്ച് നടക്കുമ്പോൾ എന്ത് സംഭവിക്കും, വീഴാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് ഇവർക്ക് ബാലൻസും കോർഡിനേഷനും കുറവായിരിക്കും. അതുപോലെ തന്നെ ഒരു നേർരേഖയിലൂടെ നടക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കഴിയില്ല, കോർഡിനേഷൻ്റെ കുറവ് മൂലമായിരിക്കും അത് സംഭവിക്കുന്നത്. പിന്നെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണെങ്കിലും ഒരു റഫ് ആയിട്ടുള്ള സർഫസ് ആണെങ്കിലും ഇവർ അതൊന്നും തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിരിക്കില്ല. ഏത് സർഫസിലൂടെയും ഇവർ ആ ഒരു പാറ്റേണിലൂടെ തന്നെയാണ് നടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വീഴാനുള്ള, ഫോളിങ്ങിനുള്ള ചാൻസസ് കൂടുതലാണ്. അതാണ് അറ്റാക്സിക് സി പി എന്ന് പറയുന്നത്. ഇനി അടുത്ത സി പി ആണ് എത്തിറ്റോയിഡ് സി പി എന്ന്. എത്തിറ്റോയിഡ് സി പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസിലുകളെയാണ് പ്രധാനമായിട്ടും ബാധിക്കുന്നത്. നടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ ശരീരം സാധാരണ രീതിയിൽ നിവർന്ന് നിലനിർത്താനോ അതിൽ തന്നെ സ്ഥിരത കൈവരിക്കാനോ കഴിയാതെ പോകുന്നു. പോസ്റ്ററൽ അബ്നോർമാലിറ്റീസ് ആണ് ഇവരുടെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്. ഇവർക്കാണ് അനൈശ്ചികമായിട്ടുള്ള, ഇവർ വിചാരിക്കാത്ത തരത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാകുന്നത് ഈ സി പിയിലാണ്. അത് നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു ഗ്ലാസ് എടുക്കാൻ തന്നെ പല തരത്തിലുള്ള മൂവ്മെന്റുകൾ ചെയ്തിട്ടാണ് അവർ ഒരു നേരെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഗ്ലാസ് ആണെങ്കിലും എടുക്കണമെങ്കിൽ തന്നെ പലതരത്തിലുള്ള മൂവ്മെന്റുകൾ ചെയ്യും, അനൈശ്ചികമായ ചലനങ്ങൾ. അത്തിറ്റോയിഡ് സി പിയിൽ അനിശ്ചിതമായ ചലനങ്ങളാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ ചലനങ്ങൾ ചിലപ്പോൾ അവർക്ക് ഒരുപാട് അവർ സ്ട്രെസ്ഡ് ആയിരിക്കുന്ന സമയത്താണെങ്കിൽ ഇതൊക്കെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇവർ ഉറങ്ങുകയാണെങ്കിൽ ഈ മൂവ്മെന്റ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതാണ് എത്തിറ്റോയിഡ് സി പി ആണോ എന്ന് അറിയാനുള്ള ഒരു മാർഗം. ഇനി ഇവർ കൈക്കാണല്ലോ പ്രശ്നം വരുന്നത്, കയ്യിലാണല്ലോ കൂടുതലായിട്ട് മൂവ്മെന്റ്സുകൾ കാണപ്പെടുന്നത്. ഇവർ കൈ കൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ
ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഫുഡ് കഴിക്കാനും ചവച്ചിറക്കാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് എത്തിറ്റോയിഡ് സി പി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നാലാമത് വരുന്നത് മിക്സഡ് സി പി അഥവാ സമ്മിശ്രം എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് പേര് പറയുമ്പോൾ തന്നെ അറിയാം, സമ്മിശ്രം എന്ന് പറയുമ്പോൾ ഈ തരത്തിലുള്ള എല്ലാ സി പികളും സ്പാസ്റ്റിക്കും അത്തിറ്റോയിഡും അറ്റാക്സിക് സി പിയും ഒരു കുഞ്ഞിൽ തന്നെ കാണപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് സമ്മിശ്ര സി പി അഥവാ മിക്സഡ് സി പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഗ്രോസ് മോട്ടോർ ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ സ്കെയില് GMFCS എന്ന് പറയും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രോസ് മോട്ടോർ എന്താന്ന് പറഞ്ഞു. വലിയ മസിലുകളുടെ ചലനവുമായി ബന്ധപ്പെട്ടതാണ് ഗ്രോസ് മോട്ടോർ എന്ന് പറഞ്ഞു. അപ്പോൾ ഗ്രോസ് മോട്ടോർ ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ സ്കെയിൽ എന്ന് പറയുമ്പോൾ എന്താണ്? കുഞ്ഞിൻ്റെ ചലിക്കാനുള്ള കഴിവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് GMFCS വഴി കുഞ്ഞിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ടും ഫിസിയോതെറാപ്പിസ്റ്റുകൾ ആണ് അത് ചെയ്യുന്നത്. GMFCS എടുക്കുന്നത് കുഞ്ഞിൻ്റെ ചലിക്കാനുള്ള കഴിവ് എന്തോരം ഉണ്ടെന്ന് അടയാളപ്പെടുത്താനാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. GMFCS പ്രകാരം ലെവൽ 1 ആണ് ഒരു കുട്ടിയെന്ന് എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്? കുട്ടി നന്നായിട്ട് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ, ഏത് സർക്കംസ്റ്റാൻസസിലും കുഞ്ഞ് നന്നായിട്ട് സഞ്ചരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കുഞ്ഞ് ലെവൽ 1 എന്ന് പറയാം. ലെവൽ 2 ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി നന്നായിട്ട് സഞ്ചരിക്കും, നന്നായിട്ട് നടക്കാനൊക്കെ കുഞ്ഞിന് പറ്റും. പക്ഷേ ചില സന്ദർഭങ്ങളിൽ, അതായത് ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയസ് എത്തുമ്പോൾ അതല്ലെങ്കിൽ ലോങ് ടൈം ആയിട്ടൊക്കെ നടക്കാനായിട്ടുള്ള കഴിവ് ഉണ്ടായിരിക്കില്ല. അതാണ് ലെവൽ 2 എന്ന് പറയുന്നത്. ഇനി വന്നിട്ട് ലെവൽ 3 ആണെങ്കിൽ സഞ്ചരിക്കും, പക്ഷെ ഒരു അസിസ്റ്റൻസ് എപ്പോഴും ഉണ്ടായിരിക്കണം. അതായത് ഒന്നില്ലെങ്കിൽ പേരൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും സഹായത്തോടെ നടക്കുന്നു. ഇപ്പോൾ ഒരു സ്റ്റെയർ കേസ് കയറുകയാണെങ്കിൽ തന്നെ അതിൻ്റെ റെയിൽ പിടിച്ചിട്ട് കയറുന്നു. അങ്ങനെയുള്ള അസിസ്റ്റൻസോടെ നടക്കുന്നതാണ് ലെവൽ 3 എന്ന് പറയുന്നത്. ഇനി ലെവൽ 4 ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവേർഡ് വീൽ ചെയർ ഒക്കെ യൂസ് ചെയ്തിട്ട് നടക്കുന്നതാണ് ലെവൽ 4. അവർക്ക് അപ്പർ ലിംബിനൊക്കെ അത്യാവശ്യം സ്ട്രെങ്ത് ഉണ്ടായിരിക്കും. അപ്പം അത് വെച്ചിട്ട് അവർ പവേർഡ് വീൽ ചെയർ വെച്ചിട്ട് പ്രൊപ്പൽ ചെയ്യും. പിന്നെ വീടിനകത്തൊക്കെ കുഞ്ഞിതായിട്ടൊക്കെ നടക്കാനായിട്ട് അവർക്ക് കഴിയും. അപ്പം അതാണ് ലെവൽ 4 എന്ന് പറയുന്നത്. ഇനി ലെവൽ 5 എന്ന് പറയുമ്പോൾ നടക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾ മാനുവലായിട്ട് മറ്റൊരാളുടെ സഹായത്തോടെ വീൽ ചെയറിലൂടെ നടക്കുന്ന കുഞ്ഞുങ്ങളെയാണ് ലെവൽ 5 ആണെന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഈ GMFCS നമ്മൾ എടുക്കുന്നത് പ്രധാനമായിട്ടും 5 ഘട്ടങ്ങളിലാണ്. ഒന്നാമതെന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേക്ക് മുന്നേ, പിന്നെ കുഞ്ഞിനൊരു 2-4 വയസ്സിൻ്റെയൊക്കെ ഇടയിലെടുക്കും, പിന്നെ ഒരു 4-6 വയസ്സിന് ഉള്ളിലെടുക്കും, പിന്നെ അതിനുശേഷം ഒരു 6 വയസ്സിനും 12 വയസ്സിനും ഇടയിലാണ് എടുക്കുന്നത്, പിന്നെ 12 വയസ്സിനും 18 വയസ്സിനും ഇടയിൽ നോക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ 5 ഘട്ടങ്ങളിലാണ് കുഞ്ഞിൻ്റെ ഗ്രോസ് മോട്ടോർ ആക്ടിവിറ്റീസുകൾ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഗ്രോസ് മോട്ടോർ ഫങ്ഷണൽ സ്കെയില് അതാണ്. അടുത്തത് വന്നിട്ട് ഫിസിയോതെറാപ്പിയുടെ പ്രയോജനങ്ങൾ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. ഇനി വരുന്ന സ്ലൈഡുകളിൽ അത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. വളർച്ചാഘട്ടങ്ങൾ ത്വരിതപ്പെടുത്തുക, ശാരീരിക വൈകല്യങ്ങളെ തടയുക, പേശികളുടെ ബലം, ക്ഷമത എന്നിവ വർദ്ധിപ്പിക്കുക, ചലനക്രമങ്ങളെ ഏകോപിപ്പിക്കൽ, സന്ധികളുടെ ചലനശേഷി വർദ്ധിപ്പിക്കൽ, പേശികളുടെ മുറുക്കം കുറയ്ക്കുക, ധനിചര്യകൾ സുഗമമാക്കൽ, മാനസിക സമ്മർദ്ദം കുറയ്ക്കുക, ശ്വസന സംബന്ധമായ ബുദ്ധിമുട്ടുകളെ തടയുക. ഇതൊക്കെയാണ് CPയിൽ വരുന്ന ഫിസിയോതെറാപ്പിയുടെ പ്രയോജനങ്ങൾ. അടുത്തത് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് സെറിബ്രൽ പാൾസിയുടെ കേസിൽ ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ്. അതായത് ഡോക്ടേഴ്സും തെറപ്പിസ്റ്റുകളും കൂടി ചേർന്നിട്ടുള്ള ഒരു ടീം വർക്കായിട്ടാണ് നമ്മൾ CPയിൽ വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നത്. അതിനകത്ത് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പാരൻസും കുഞ്ഞുങ്ങളും കൂടി ചേരുന്നതോടെ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ട് മാറുന്നു. പിന്നെ അതിനകത്ത് പറയാനായിട്ട് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എക്സസൈസുകൾ എല്ലാവരും വിദഗ്ധമായിട്ടുള്ള ഉപദേശപ്രകാരം തന്നെ വീടുകളിലും പോയിട്ട് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. പിന്നെ ഫിസിയോതെറാപ്പി ഒക്കെ തുടങ്ങാൻ വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസിലുകളൊക്കെ വന്ന് കട്ടിയായിട്ട് പിന്നീട് തെറപ്പി ചെയ്താലും ഉപകാരം ഇല്ലാത്ത ഒരു രീതിയിലേക്കായിട്ട് മാറിപ്പോകാറുണ്ട്. അപ്പോൾ കഴിയുന്നതും വേഗം തെറപ്പി തുടങ്ങേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഓരോ എക്സസൈസുകളും ഫിസിയോതെറാപ്പി ടെക്നിക്കുകൾ എങ്ങനെയാണെന്ന് നോക്കാം. വളർച്ചാഘട്ടങ്ങളെ നേടിയെടുക്കാനുള്ള പരിശീലനം നമ്മൾ പറഞ്ഞു. അതിനകത്ത് വരുന്നതാണ് കഴുത്തുറയ്ക്കാനുള്ള വ്യായാമങ്ങളും പൊസിഷനുകളും. പലതരത്തിൽ കുഞ്ഞിന് കഴുത്തിന് എക്സസൈസുകൾ കൊടുക്കുക, അതുപോലെ തന്നെ പൊസിഷൻ ചെയ്തിട്ട് കുഞ്ഞിനെ കിടത്തുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ കഴുത്തിന് അവിടെയുള്ള മസിലുകൾ, പോസ്റ്ററൽ മസിലുകൾ എന്ന് പറയും, അത് സ്ട്രോങ് ആവാനും അതുവഴി കഴുത്തുറയ്ക്കാനും
കഴിയുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ട്രെയിനിങ്ങുകളൊക്കെ സെറിബ്രൽ പാൾസിയിൽ നമ്മൾ തുടക്കത്തിലേ കൊടുത്തു വരാറുണ്ട്. അടുത്തത് വരുന്നതാണ് തനിയെ ഇരിക്കാനുള്ള പരിശീലനം. കോർണർ ചെയറിൽ കുഞ്ഞുങ്ങളെ ഇരുത്തിക്കുക. നെക്സ്റ്റ്, നിൽക്കാനും നടക്കാനുമുള്ള പരിശീലനം. നിൽക്കാനായിട്ട് നമ്മൾ സ്റ്റാൻഡിങ് ഫ്രെയിമാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും സ്റ്റാൻഡിങ് ഫ്രെയിമിൽ വെച്ചിട്ട് നിൽക്കുന്നത്. അപ്പോൾ ജോയിൻറ്റിന് ഒരു കംപ്രഷൻ കിട്ടുന്നു. ഇങ്ങനെ നിൽക്കുമ്പോൾ ജോയിൻറ്റ് നമ്മുടെ മുട്ടിൻ്റെ അവിടുത്തെ മസിലുകൾക്കും കാലിൻ്റെ ജോയിൻറ്റുകൾക്കും കാലിൻ്റെ അവിടുത്തെ ജോയിൻറ്റുകൾക്കും ഒരു കംപ്രഷൻ കിട്ടുകയാണ് ചെയ്യുന്നത്. അതപ്പോൾ അവന് ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റാൻഡിങ്ങിന് അവനെ സഹായിക്കുന്നു. അതുപോലെ തന്നെ സിറ്റപ്പും സ്റ്റാൻഡപ്പും എക്സസൈസുകളൊക്കെ നമ്മൾ വാക്കിങ്ങിന് പ്രിയർ ആയിട്ട് ചെയ്യാറുണ്ട്. ഗെയ്റ്റ് ട്രെയിനിങ്ങിന് നമ്മൾ കൊടുക്കുന്നത് വാക്കറാണ്. പിന്നെ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ. സ്ട്രെങ്തനിങ് എക്സസൈസുകൾ നമ്മൾ പറഞ്ഞു മസിലുകളുടെ ബലവും ക്ഷമതയും വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അതിനാണ് സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യുന്നത്. കാലിൽ വെയിറ്റ് കഫൊക്കെ കെട്ടിയിട്ട് കാല് അകത്തുന്നതും അടുപ്പിക്കുന്നതും കാല് പൊക്കുന്നതും നിവർത്തുന്നതും ഒക്കെയാണ് സ്ട്രെങ്തനിങ്. അതുപോലെ തന്നെ കൈയിൻ്റെയും നമ്മൾ ചെയ്യിപ്പിക്കും. രണ്ട് കൈയിൻ്റെയും കാലിൻ്റെയും അവിടുത്തെ മസിലുകൾ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുന്നു. നെക്സ്റ്റ് വരുന്നതാണ് സ്ട്രെച്ചിങ് എക്സസൈസ്. സ്ട്രെച്ചിങ് എക്സസൈസിൽ വരുന്നതാണ് കാഫ് സ്ട്രെച്ചിങ്, അഡക്ടർ സ്ട്രെച്ചിങ്, ഹാംസ്ട്രിങ് സ്ട്രെച്ചിങ്. ഈ 3 സ്ട്രെച്ചിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇതിൽ തന്നെ അഡക്ടർ സ്ട്രെച്ചിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാറുണ്ട്. കാരണം കുഞ്ഞിൻ്റെ ഹൈജീനിക് ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ അഡക്ടർ മസിലുകൾ എന്ന് പറയുന്നത് തൊടയുടെ അവിടെയുള്ള തൊടയുടെ ഇടുക്കുകളിൽ വരുന്ന മസിലുകളാണ്. അപ്പോൾ അതൊക്കെ സ്ട്രെച്ചിങ് എന്ന് പറയുന്ന മസിലുകൾ ലെങ്തൻ ചെയ്യിപ്പിക്കുന്ന ഷോർട്ടായിട്ടിരിക്കുന്ന മസിലുകളെ ലെങ്തൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് സ്ട്രെച്ചിങ് എക്സസൈസുകൾ. അപ്പോൾ തൊടയുടെ അവിടെയുള്ള മസിലുകളൊക്കെ ലെങ്തൻ ചെയ്യാനും അതുവഴി ഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും നമുക്ക് പാരൻസിന് സഹായകമാകും. അപ്പോൾ അഡക്ടർ സ്ട്രെച്ചിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രെച്ചിങ് ആണ്. അതാണ് സ്ട്രെച്ചിങ് എക്സസൈസുകൾ. അടുത്തത് വരുന്നത് കോർഡിനേഷൻ എക്സസൈസുകളാണ്. കോർഡിനേഷൻ എക്സസൈസുകളിൽ നമ്മൾ ബാലൻസ് ബീമിലൂടെ നടത്തിക്കും, ഫ്രങ്കൽസ് എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിക്കും. നടത്തിക്കാനുള്ള പരിശീലനമാണ് കോർഡിനേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്. അടുത്തത് വരുന്നത് ഹൈഡ്രോതെറാപ്പി. ഹൈഡ്രോതെറാപ്പിയിൽ വരുന്നത് സ്പാസ്റ്റിസിറ്റി കുറയ്ക്കാനുള്ള സ്പാസ്റ്റിസിറ്റിയാണ് മെയിനായിട്ടും ഹൈഡ്രോതെറാപ്പിയിൽ കുറയുന്നത്. അപ്പോൾ ഹൈഡ്രോതെറാപ്പി എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടാണ് ഹൈഡ്രോതെറാപ്പി പ്രവർത്തിക്കുന്നത്. വെള്ളത്തിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, ബയോഗ്നൻസി, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ ഹൈഡ്രോതെറാപ്പി പൂളിലൂടെ നടത്തിക്കുമ്പോൾ സ്പാസ്റ്റിസിറ്റിയൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് കാരണമാകുന്നു. അടുത്തത് വരുന്നത് ഫങ്ഷണൽ എക്സസൈസുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞു കുഞ്ഞുങ്ങൾ കളി രീതി ഇഷ്ടപ്പെടുന്നവരാണെന്ന്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ബോളുകളൊക്കെ വെച്ചിട്ട് നമ്മൾ അവരെ എക്സസൈസ് ചെയ്യിപ്പിക്കുകയാണെന്നുള്ള ഒരു ബോധ്യമില്ലാതെ എക്സസൈസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അതാണ് ഫങ്ഷണൽ എക്സസൈസുകൾ എന്ന് പറയുന്നത്. പിന്നെ കുഞ്ഞുങ്ങളെ ശരിയായിട്ട് എടുക്കേണ്ട വിധം പരിശീലിപ്പിക്കൽ. ചില തരത്തിലൊക്കെ കുഞ്ഞുങ്ങളെ എടുക്കുകയാണെങ്കിൽ അവരുടെ ബാക്കിലുള്ള മസിലുകൾ സ്ട്രെങ്തൻ ആവാനും അതുവഴി അവരുടെ പോസ്ചർ കറക്റ്റ് ആവാനും സഹായിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള എടുക്കേണ്ട വിധം പഠിപ്പിച്ചു കൊടുക്കൽ നമ്മൾ സെറിബ്രൽ പാൾസിയുടെ മാനേജ്മെൻ്റായിട്ട് പറയാറുണ്ട്. അടുത്തതായിട്ട് ബാലൻസ് എക്സസൈസ്. ബാലൻസ് എക്സസൈസിലാണ് ബോൾ എക്സസൈസ് ഒക്കെ വരുന്നത്. സ്വിസ് ബോളിലൊക്കെ കിടത്തിയിട്ട് പല പൊസിഷനിൽ വെയിറ്റ് ഷിഫ്റ്റിംഗ് ചെയ്തിട്ട് നമ്മൾ എക്സസൈസ് കൊടുക്കാറുണ്ട് കുഞ്ഞുങ്ങൾക്ക്. ഹിപ്പോതെറാപ്പി ബാലൻസ് വർദ്ധിപ്പിക്കാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തു വരാറുള്ളതാണ്. ഹിപ്പോ ലൈക്ക് മൂവ്മെൻറ്റ്സ് ആയിരിക്കും. അതായത് ഒരു കുതിരയുടെ മൂവ്മെൻറ്റ്സ് ആയിരിക്കും, പുറകോട്ടും പിന്നിലോട്ടും മുന്നിലോട്ടും പിന്നിലോട്ടും. അതാണ് ഹിപ്പോതെറാപ്പി വരുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. നെക്സ്റ്റ് വന്നിട്ട് പാരലൽ ബാർ വാക്കിംഗ്. പാരലൽ ബാറിൽ കുഞ്ഞുങ്ങളെ നടത്തിക്കുന്നത് അത് ഗെയ്റ്റ് ട്രെയിനിങ്ങിൽ വരുന്ന ആക്ടിവിറ്റിയാണ്. ട്രെംബോളിനിൽ ചാടിപ്പിക്കുന്നു. ട്രെഡ്മിൽ വാക്കിംഗ്, ട്രെഡ്മില്ലിൽ നടത്തിക്കുന്നത്. നെക്സ്റ്റ് വരുന്ന വിവിധ തരത്തിലുള്ള അസിസ്റ്റീവ് ഡിവൈസസ്. അതിനകത്ത് വരുന്നതാണ് ഓർത്തോസിസും ബ്രേസസും. ഓർത്തോസിസൊക്കെ കുഞ്ഞ് വളരുന്നതിനനുസരിച്ചിട്ട് അത് കറക്റ്റ് ചെയ്തിട്ട് വേണം എക്സസൈസുകളൊക്കെ ചെയ്യിപ്പിക്കാനായിട്ട്. അടുത്തത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള റിലാക്സേഷൻ വ്യായാമങ്ങൾ, പിന്നെ ശ്വസന വ്യായാമങ്ങൾ, ബ്രീത്തിങ് എക്സസൈസുകളൊക്കെ നമ്മൾ സെറിബ്രൽ പാൾസിയുടെ കേസിൽ ഉപയോഗിച്ച് വരാറുണ്ട്. പിന്നെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ട ചലന പ്രക്രിയകളെ പരിശീലിപ്പിക്കൽ. വാഷിങ്, ഡ്രസ്സിങ്, ഫീഡിങ്, അതൊക്കെയാണ് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കില്ല. അതിന് പകരം ആ മസിലുകളെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് ചെയ്യാനായിട്ട് കുഞ്ഞുങ്ങളെ മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് വരുന്നത് അഡ്വൈസസ് ആണ്.
നിങ്ങൾ തെറപ്പി സെൻറ്ററുകളിൽ ചെയ്യുന്ന പറയുന്ന എക്സസൈസുകളൊക്കെ വീടുകളിൽ പോയിട്ടും അതേ ഇൻറ്റൻസിറ്റിയിലും അതേ ഡ്യൂറേഷനിലൊക്കെ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ എത്ര ചെറിയ പ്രായത്തിൽ കുഞ്ഞുങ്ങളെ തെറപ്പി സെൻറ്ററുകളിൽ കൊണ്ടുവന്നിട്ട് എക്സസൈസുകൾ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എത്ര ചെറിയ പ്രായത്തിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടോ അത്രയും നല്ല എഫക്റ്റീവ് ആയിരിക്കും നിങ്ങളുടെ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. സെറിബ്രൽ പാൾസി എന്ന് പറയുന്നത് ഒരു രോഗമല്ല, അതൊരു അവസ്ഥയാണെന്ന് മനസ്സിലാക്കുക. സെറിബ്രൽ പാൾസിയുള്ള കുഞ്ഞുങ്ങൾക്കും ഒരുപാട് വലിയ നേട്ടങ്ങളൊക്കെ കൈവരിക്കാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും മൾട്ടി ഡിസിപ്ലിനറി ടീം നിങ്ങളുടെ എല്ലാ ഘട്ടങ്ങളിലും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. നന്ദി. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ചാറ്റ് നോക്കണം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കണം. ഈ സേവനം എല്ലാവരും ഉപയോഗിക്കണം. ഒരു ഫീഡ്ബാക്ക് ഫോം കൊടുത്തിട്ടുണ്ട്, അതെല്ലാവരും ഫില്ല് ചെയ്ത് അയക്കണം. ചോദ്യങ്ങൾ ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. ശരി, ചോദ്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇത്രയും വളരെ നല്ലൊരു സെഷൻ വളരെ ഇൻഫോർമേറ്റീവായിട്ട് ചെയ്ത ശ്രീലയ്ക്ക് നമ്മളെല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു.